2026 ഈ വിഷുഫലം നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്ന് നോക്കാം. മേടം രാശി. സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. നേട്ടം: പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകും. ശ്രദ്ധിക്കാൻ: അമിതമായ ദേഷ്യം നിയന്ത്രിക്കണം. പിതാവുമായുള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇടവം രാശി. ലഗ്നാധിപനായ ശുക്രന്റെ അനുകൂലാവസ്ഥ സാമ്പത്തികമായ ഉണർവ് നൽകും. നേട്ടം: ആഡംബര വസ്തുക്കൾ വാങ്ങാനും വീട് പുതുക്കിപ്പണിയാനും സാധിക്കും. കലാപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും. ശ്രദ്ധിക്കാൻ: അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. മിഥുനം രാശി. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പ്രതിസന്ധികളെ മറികടക്കും. നേട്ടം: പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികച്ച വിജയം നേടാൻ സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. ശ്രദ്ധിക്കാൻ: ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ജാഗ്രത പാലിക്കുക. കർക്കിടകം രാശി. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നേട്ടം: തൊഴിലിൽ സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കും. മാതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് സഹായം ലഭിക്കും. ശ്രദ്ധിക്കാൻ: മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ ശീലിക്കുക. ചിങ്ങം രാശി. സൂര്യന്റെ ഉച്ചസ്ഥിതി ഭാഗ്യസ്ഥാനത്തെ ഉണർത്തുന്നു. നേട്ടം: ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ദീർഘകാലമായുള്ള പ്രാർത്ഥനകൾ സഫലമാകും. പിതൃസ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കാൻ: ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസുഖങ്ങളിൽ ശ്രദ്ധ വേണം. കന്നിരാശി. മിതത്വവും ശ്രദ്ധയും പാലിക്കേണ്ട മാസമാണിത്. നേട്ടം: ഗവേഷണ ബുദ്ധി വർദ്ധിക്കും. നിഗൂഢമായ അറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാൻ: ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക. വാഹന ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. തുലാം രാശി. കൂട്ടുകെട്ടുകളിലൂടെയും പങ്കാളിത്ത ബിസിനസ്സിലൂടെയും ലാഭം നേടും. നേട്ടം: ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറും. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. ശ്രദ്ധിക്കാൻ: പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും. വൃശ്ചികം രാശി. ശത്രുജയവും കർമ്മപുഷ്ടിയും ഫലം. നേട്ടം: കോടതി കാര്യങ്ങളിൽ അനുകൂല വിധി. ലോണുകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. ശ്രദ്ധിക്കാൻ: കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. രക്തസമ്മർദ്ദം ഉള്ളവർ കൃത്യമായി ചെക്കപ്പ് നടത്തുക. ധനുരാശി. സന്താനങ്ങളാൽ സന്തോഷവും മാനസിക സംതൃപ്തിയും ലഭിക്കും. നേട്ടം: ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം എന്നിവയിൽ അപ്രതീക്ഷിത ലാഭം. പ്രണയകാര്യങ്ങളിൽ പുരോഗതി. ശ്രദ്ധിക്കാൻ: അമിതമായ ആത്മവിശ്വാസം അപകടമായേക്കാം. മകരം രാശി. ഭൗതികമായ സുഖസൗകര്യം വർദ്ധിക്കും. നേട്ടം: പുതിയ വാഹനം അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. ശ്രദ്ധിക്കാൻ: ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ വിശ്രമം ശീലിക്കുക. കുംഭം രാശി. ധൈര്യവും പൗരുഷവും പ്രകടമാകുന്ന സമയമാണ്. നേട്ടം: സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. ചെറിയ ദൂരയാത്രകൾ ഗുണകരമാകും. മീഡിയ മേഖലയിലുള്ളവർക്ക് നല്ല സമയമാണ്. ശ്രദ്ധിക്കാൻ: അയൽവാസികളുമായി തർക്കങ്ങളിൽ ഏർപ്പെടരുത്. മീനം രാശി. സാമ്പത്തിക നേട്ടങ്ങൾക്കും കുടുംബസുഖത്തിനും മുൻഗണന. നേട്ടം: വാക്കുകൾക്ക് മൂല്യമേറും. സമ്പാദ്യശീലം വർദ്ധിക്കും. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കും. ശ്രദ്ധിക്കാൻ: കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ അവഗണിക്കരുത്. ഈ മേടമാസത്തിലെ ദോഷഫലങ്ങൾ കുറയാൻ സൂര്യഭഗവാനെ ഭജിക്കുന്നതും ആദിത്യ ഹൃദയം ജപിക്കുന്നതും ഉത്തമമാണ്. വിഷുദിനത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വരും വർഷം ഐശ്വര്യപ്രദമാക്കാൻ സഹായിക്കും.